അതിരപ്പിള്ളിയിൽ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ആന നടക്കാനാകാതെ പ്ലാന്റേഷൻ തോട്ടത്തിൽ അവശനിലയിൽ കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിരപ്പിള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ഏഴാറ്റുമുഖം സ്റ്റേഷനിലെയും വനപാലകർ എത്തി പരിശോധന നടത്തി. ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാൻ കോടനാട്ട് നിന്ന് മെഡിക്കൽ സംഘം എത്തും. കുറച്ചു നാളുകളായി വെറ്റിലപ്പാറയിലെയും പ്ലാന്റേഷൻ മേഖലയിലെയും ജനവാസ മേഖലയിൽ ഗണപതി എത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവായിരുന്നു. വയനാട് മീനങ്ങാടിയിൽ ആശ്വാസ വാർത്തയാണ്. ഭീതി പടർത്തിയ കടുവ കൂട്ടിലായിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30യോടെയാണ് പാമ്പുംകൊല്ലി കാവുങ്ങൽ കുരിന്റെ വീടിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം മൈലമ്പാടി അപ്പാട് പ്രദേശങ്ങളിൽ നിന്നും 3 വളർത്തുമൃഗങ്ങളെ ഈ കടുവ കൊന്നിരുന്നു. ഇതോടെ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പിടിയിലായ കടുവയെ ബത്തേരി കുപ്പാടിയിലെ കടുവാ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കടുവയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും വ്യക്തമാവുകയുള്ളൂ എന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ആ പ്രദേശത്തെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം. പക്ഷേ ഈ ഒരു കടുവ മാത്രമല്ല പ്രദേശത്തുള്ളതെന്നാണ്. വന്യജീവി ആക്രമണത്തിൽ വലിയ ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ്. അത് വനം വകുപ്പ് ഇന്നലെയും ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇടുക്കി ചിന്നക്കനാൽ പന്നിയാർ സ്വദേശി പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമായിട്ടില്ല. 10 ലക്ഷം രൂപ നൽകും എന്നായിരുന്നു പ്രഖ്യാപനം. എങ്കിലും ആകെ ലഭിച്ചത് 50,000 രൂപ മാത്രമാണ്. സഹായധന വിതരണത്തിലടക്കം സർക്കാർ നിസ്സംഗത പുലർത്തുന്നതായാണ് ആരോപണം. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 8-നാണ് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേർ വണ്ടി രാവിലെ ജോലിക്ക് പോയതാ. ജോലിക്ക് നോക്കി പോണോ ആന അങ്ങോട്ട് ഇപ്പോണ്ട് ജോലിച്ച് നോക്കി പോകണം. അങ്ങോട്ട് പോയതാ. 8:15 ഒരേ ആന ഒരേ കൂച്ചല കൂച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത്. എടുത്ത് വണ്ടി കയറ്റി കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ട് രാജന്മാരി കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വെട്ട് അടുത്ത് പോകുമ്പോൾ അങ്ങനെ അവസാനിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധമുയർന്നു. ഇതോടെ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര സഹായമായി 50,000 രൂപയും വീട്ടിലെത്തിച്ചു നൽകി. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ. 50,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കിട്ടിക്കട്ടെ, ചെറിയ പൈസ ഇട്ടിക്ക് അക്കൗണ്ടിൽ പൈസ ഗവൺമെന്റ് ആയിക്ക് പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും. പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ഇനിമാർ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, മുണക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മൾ കമ്പനി തീർത്താൽ അങ്ങനെ ജോലി പുള്ളി മോൾക്ക് ജോലി തരും. മകന് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ മലേഷ്യയിലെ ജോലിയാണ്. എൻ്റെ ജോലി വണ്ടി ഓടിക്കാണ് ജോലി. ഞാൻ അവിടെ പണിപുരിഞ്ഞിട്ട് അമ്മ മരിച്ചുപോയി. എനിക്കറിയത്തില്ല. രാവിലെ ഒരു 11 o'clock അപ്പുറത്തെല്ലാം എനിക്കറിയാം. പൈസ ഒന്നുമില്ല. വിസ കിട്ടിയാൻ പാടില്ല. വിസ കിട്ടിയാണെങ്കിൽ 20 നാൾക്ക് 25 നാൾക്ക് പിടിക്കും. അമ്മ നോക്കിയാൻ പാടില്ല. ഇവിടെ ഫാസ്റ്റിലെ വേല കിട്ടിയെന്ന് പറഞ്ഞത് പിന്നെ ഒരു ആൻസറും ചെയ്തിട്ടില്ല. എസ്റ്റേറ്റ് ലയത്തിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ 4 പേർ കഴിയുന്നത്. സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല. മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നതാണ് ഉയർന്ന ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി.